ഗോവിന്ദൻകുട്ടി, വിദ്യാധരനൊരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാനും 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും എലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊളുത്തോട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കാ. ഇതൊക്കെ ഞാൻ വന്നിട്ട് പോരെ? ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു, കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോഴാ വിശേഷം അറിയണ. അവളവിടെ വലിയ വിഷമത്തിലാ. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി. അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി. ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു. എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ 2 ആളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നടോ. ചോറ് സർക്കാരിന്റെ ആണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. ഗഡി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവൻ അതൊന്നും ഇല്ലേ? നിനക്കെന്താടാ ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നൂല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല. ഇപ്പൊ എന്താ പെട്ടെന്ന് പരോളി പോണെന്ന് തോന്നാൻ? സരോജിനി പറഞ്ഞിട്ടാ? മോളെ കാണണം. അത് ശരി. എടാ കഷ്ടി ഇനി 1 മാസേലുള്ളൂ. പരോളിന് അപ്ലിക്കേഷൻ കൊടുത്ത് അത് ഓർഡറായി വരുമ്പോഴേക്കും നീ നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതുപോലെ 1 മാസം പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലടാ. സൂപ്രണ്ട് എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ.
എന്താ എന്താടോ എടോ വിദ്യാര എന്റെ മോള് എടോ താൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. ഭാര്യയും 2 പെൺകുട്ടികളും ചാവാൻ കിടക്കുന്ന ഒരമ്മയും എനിക്കിനി 4 കൊല്ലം കൂടെ കഴിയണം. 2-3 ആഴ്ച ഞാൻ താൻ ഇറങ്ങല്ലേ, പിന്നെ മോളുടെ കൂടെ തന്നെ ജീവിക്കാമല്ലോ. പണ്ടാറടങ്ങാൻ ബാക്കിയുള്ളവർ ഉറക്കൂല. എന്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതി എനിക്ക്. കിടന്നോ കിടന്നോ. നമസ്കാരം സാർ. അല്ല, തോരണങ്ങൾക്ക് ഇത് മതിയോ? കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് സാർ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണോ പഴയതൊക്കെ എടുത്ത് കെട്ടുക? എടോ, ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് എന്താ? ഈ ഒരുക്കങ്ങളും ഏർപ്പാടുകളൊക്കെ അല്ലേ? അല്ലേ ഗോവിന്ദ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കടലാസ് വേണ്ടി വരും സാർ. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, കിട്ടിയിരിക്കും. അല്ല, നാടകം എന്തായി? റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ആന്റപ്പനാ പെൺവേഷം. അപ്പോ നായികയ്ക്ക് നല്ല മസിലുണ്ടാവുമല്ലോ. നമ്മുടെ സൂപ്രണ്ടിന് തലയ്ക്ക് വെളിവില്ലെന്നേ. ജയിലിൽ എന്തൊരു സ്വാതന്ത്ര്യദിനം, വെറുതെ കാശുകൾ കളയാൻ. ഇൻമേറ്റ്സിന് ഒരു രസം. ഓ പിന്നെ തടവുകാരെ രസിപ്പിക്കാനല്ലേ ജയില്. നാടകത്തിന്റെ റിഹേഴ്സൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് തോന്നി അപ്പുറത്ത് പോയി. മതി മതി, എല്ലാവരും പോയി കുളിക്കേ. ആ വല്ലതും പറ്റിയ ഇല്ല, അവൻ മെനങ്ങാത്തവനല്ല. വാടേ വാടേ.
വെയില് തെളിഞ്ഞു. നീ ഇത് കേക്കണില്ലേ? എന്റെ മോൻ എത്ര നന്നായിട്ടാ വായിക്കണേ. വായന കേട്ടിരുന്നാലേ ഏട്ടരുടെ വണ്ടി ഓ പോകും. ഇന്ന് പട്ടിണിയാവും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ണില്ലാത്ത നീ എങ്ങനെയാടി ഇത്ര കൃത്യമായിട്ട് സമയം നോക്കണേ? അതിന് കണ്ണെന്തിനാ? വെയില് മേല് വീഴുമ്പോ അറിയില്ലേ സമയം? മോളു സന്ധ്യക്ക് ബാപ്പു വരുന്നവരെ നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂ കേട്ടോ. പുറത്തേക്കൊന്നും പോവരുത്. ഇല്ല. ഈ കുന്നിന്റെ ചോട്ടിലേ കുറുക്കന്മാര് ധാരാളം ഉണ്ടേ, സൂക്ഷിക്കണം കേട്ടോ. പുറത്തേക്കൊന്നും പോവല്ലേ. ബാബു പേടിക്കാണ്ട് പോയിക്കോളൂ. ഇവിടെ ബില്ല് ചെയ്തൊക്കെ ഇല്ലേ? നീ തിന്നാനുള്ളതൊക്കെ ബില്ലേക്ക് കൊടുത്തിട്ടേ പട്ടിണി ഇരിക്കരുത് കേട്ടോ. ഇല്ല ബാപ്പു. മീനു വെയിലത്തൊന്നും പോരുത് കേട്ടോ. എന്റെ കുട്ടി വാടി കരിഞ്ഞു പോവും. അയ്യോ ചരക്ക് കരളേ, നീ ഇന്ന് എന്റെ സെല്ലില് എന്റെ പൊന്നെ കണ്ടില്ലേ?